നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനും അതുപോലെ സൗന്ദര്യത്തിനും ഏറ്റവും ഗുണകരം ചെയ്യുന്ന മുളപ്പിച്ച ചെറുപയറിൻ്റെ ഒരു വിശേഷമായിട്ട് വന്നിരുന്നുണ്ടോ. മുളപ്പിച്ച ചെറുപയറിനെ നമ്മൾ മുളപ്പിക്കാതെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളെടുത്ത് കറി വയ്ക്കുന്ന ചെറുപയറിനേക്കാൾ പോഷക മൂല്യം കൂടുതലാണ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കും പുനർനിർമ്മാണത്തിനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയുടെയൊക്കെ ഒരു നല്ലൊരു ഉറവിടമാണ്. അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ മലബന്ധം കുറയ്ക്കാനും സഹായിക്കും. പിന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലൊരു ഇതാണ് ഈ മുളപ്പിച്ച ചെറുപയർ. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ കുറേ സമയത്തേക്ക് നമുക്ക് വിശപ്പ് ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നമ്മളെ കുറയ്ക്കാൻ, അത് നിലനിർത്താൻ, അത് കൂടാതെയൊക്കെ സഹായിക്കുന്ന ഈ ഒരു ഭക്ഷണമാണ് നമ്മുടെ ഈ ചെറുപയർ മുളപ്പിച്ചത്. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാലേ രാവിലെയൊക്കെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഒരു ഊർജ്ജം നമുക്ക് കിട്ടുന്നത് പോലെ ഞങ്ങൾക്ക് ഇത് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയതിന് ശേഷം അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചർമ്മത്തിന് തിളക്കം ലഭിക്കാൻ സഹായിക്കുന്ന ധാരാളം ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. മുടിയുടെയും നഖങ്ങളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ പ്രോട്ടീനും ധാതുക്കളും ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മുളപ്പിച്ച് ചെറുപയർ എന്ന് പറയുമ്പോൾ ഇത്രയും മുള വരാനായിട്ട് കാത്തു നിൽക്കാറില്ല. നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം പാത്രത്തിൽ സോക്ക് ചെയ്ത് അരിച്ചു വെച്ചതിന് ശേഷം കുറച്ച് ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ മുള വന്ന് പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് മുള വന്നിട്ട് നമ്മൾ പാചകം ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത്രയും നീളത്തിൽ മുളപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് തരുന്നു. ചെറുപയർ തലേദിവസം വെള്ളത്തിലിട്ട് കല്ലൊക്കെ കളഞ്ഞ് അരിച്ച് നല്ല വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലുള്ള ചെറുപയർ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മളത് വെള്ളം പോകാൻ അനുവദിക്കുക. അതിനുശേഷം ഒരു കോട്ടൺ തുണി, ഇച്ചിരി നൈസായിട്ടുള്ള കോട്ടൺ തുണിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു എയർ പാസിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കോട്ടൺ തുണി എടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ ടർക്കിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ടർക്കിയാണ്. നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതൊന്ന് നനച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ഇട്ട് നമ്മൾ വെള്ളമൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളത് അടച്ച് ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇതൊരു അരിപ്പയിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനിയും വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മുള വന്നു കഴിഞ്ഞാൽ ഈ അരിപ്പയുടെ ഉള്ളിലൂടെയൊക്കെ വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 10-12 മണിക്കൂറോളം നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് നല്ല രീതിയിൽ മുള വന്നിട്ടുണ്ടാകും. അതിനുശേഷമാണ് ഞാനെടുത്ത് നമ്മൾ പാചകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ആഴ്ചയിൽ ഞങ്ങൾ 2-3 ദിവസം ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുന്ന ഒരു ഡിഷ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ചെറുപയർ മുളപ്പിച്ച് ചെറുപയർ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് പാനിൽ കുറച്ച് നറുനെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ചെറുപയർ ചേർത്ത് കൊടുക്കുക. അത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ഒരു മുട്ട, നമുക്ക് 1-2 മുട്ട, കുറച്ച് കൂടുതൽ അതുണ്ടെങ്കിൽ 2 മുട്ട ചേർക്കാം. അല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിൽ 1 മുട്ട ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നീരും കൂടി ഒന്ന് തെളിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നമ്മളിടുമ്പോൾ അത് ഉപ്പ് നീരായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു നനവും കൂടി കിട്ടും. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അങ്ങനെ മുട്ട ഒഴിച്ച് അത് നന്നായിട്ട് ഉലർത്തിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്താൽ അതൊന്ന് 2-3 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയാൽ മതി. സംഭവം റെഡിയാവും. നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ടത് കഴിക്കാം. ഞാൻ പലപ്പോഴും രാവിലെ ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു ഹെൽത്തി ഫുഡാണ്. കഴിക്കാൻ കുറച്ച് പയറായതുകൊണ്ട് കുറച്ച് ചവച്ചരച്ച് കഴിക്കണമെന്നുള്ളൂ. പക്ഷേ നിങ്ങളതൊന്ന് കഴിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സാലഡായിട്ടും നമുക്ക് ഈ പച്ചപ്പയർ ഉപയോഗിക്കാം. കുറച്ച് ക്യാരറ്റും മറ്റു കാര്യങ്ങളൊക്കെ കുക്കുമ്പറൊക്കെ ആഡ് ചെയ്തിട്ട് ഒരല്പം ചെറുനാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്തിട്ടും നമുക്ക് നല്ലൊരു സാലഡായിട്ട് ഇത് കഴിക്കാം. നിങ്ങൾ ഇത് ഒരു ഹെൽത്തി ഫുഡായിട്ട് തന്നെ കണക്കാക്കി ടേസ്റ്റ് ഒന്നും നോക്കാതെ തന്നെ കഴിക്കാൻ നോക്കുക. ഈ മുളപ്പിച്ച ചെറുപയർ ഉപ്പേരി, അതായത് തോരൻ വെച്ച് കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് അതിനകത്ത് നമ്മൾ സാധാരണ കടുക് പൊട്ടിച്ച് ചെയ്യുന്ന പോലെ ഉലർത്തിയെടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറികൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇത് ആഡ് ചെയ്താലും നല്ലതാണ്. ഞങ്ങൾ കോവയ്ക്കൊക്കെ ഉലർത്തുമ്പോൾ അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിനകത്തും ഇത് കുറച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ.